എത്രയോ എത്രയോ നീണ്ട രാത്രികൾ കാവൽ വിളക്കായി നീ തെളിഞ്ഞു. എത്രയോ എത്രയോ സങ്കടങ്ങൾ തരുന്ന ദൈവം. ഒരടിക്ക് പോലും വേദനയില്ല. നിന്റെ വിജയം കാണാതെ ഞങ്ങൾ ആരും മരിക്കില്ലടാ. തേങ്ങി തേങ്ങി വറ്റിയ മിഴിയിൽ എങ്ങനെ എങ്ങനെ കനവു വരും. കാർമുകിൽ മൂടി മറഞ്ഞ വാനിൽ എങ്ങനെ കനവിൽ നിലാവുദിക്കും. ഇത് കണ്ടില്ലേ സാർ? ഏയ് ഇരിക്കട്ടെ അവിടെ. ചേട്ടാ വിട്ടേക്ക്. എടാ അവൻ എങ്ങനെയാടാ? ഇല്ലേട്ടാ, അവൻ എണീക്കും. ഡാ എണീക്കടാ, വാടാ. എണീക്കടാ, വാടാ. പിടിക്കടാ. പുതിയൊരു ലോകം പരമായി, പുതിയ കിനാവുകൾ പരമായി, പുതിയൊരു ലക്ഷ്യം നേടി നാമെല്ലാവരും ഉണര് ഉണര് ഉണര്. വഴികൾ മലരുകൾ പൂക്കും പൂക്കും, കല്ലും മുള്ളും മാറും മാറും, വിജയം നേടും വരെയും വിശ്രമമില്ല. ഉണര് ഉണര് ഉണര്. സാർ ഒരു മിനിറ്റ്, ഞങ്ങൾ ജൂനിയർ വികടൻ പത്രത്തിൽ നിന്ന് ഇലക്ഷൻ സർവേക്കായിട്ട് വന്നതാ. ഈ ഇലക്ഷന് സാർ ആർക്കാ വോട്ട് ചെയ്യാൻ പോകുന്നത്? എന്താ സാർ, ജൂനിയർ വികടനിൽ നിന്ന് വരികയെന്നല്ലേ പറഞ്ഞു? അപ്പൊ സീനിയർക്ക് ചെയ്യോ? ജൂനിയർക്കല്ലേ ചെയ്യൂ. എന്തെങ്കിലും ഒന്നും ഉണ്ടായാ റെസീറ്റ് കുറ്റിയായിട്ട് ഇങ്ങോട്ട് വരും. ഒരുത്തൻ കട അടയ്ക്കാൻ പറയണു, ഒരുത്തൻ കട തുറക്കാൻ പറയണു. ആൾട്ടർനേറ്റീവ് ഇല്ലാത്തതുകൊണ്ട് ഈ കളിയൊക്കെ അവന്മാർ കളിക്കുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു കോളേജ് പയ്യൻ ഇലക്ഷനിൽ നിൽക്കണല്ലേ, അവനാണ് ഞങ്ങളുടെ എല്ലാവരുടെ വോട്ട്. സാർ ഈ ഇലക്ഷൻ സാർ ആർക്കാ വോട്ട് ചെയ്യാൻ പോകുന്നത്? ഒരു മിനിറ്റ്, നിങ്ങളെല്ലാം ആർക്കാ വോട്ട് ചെയ്യാൻ പോകുന്നത്? എന്തിനാ ചിരിക്കുന്നേ? ഞങ്ങൾക്കൊന്നും വോട്ടില്ല, പിന്നെ ഞങ്ങളോട് ചോദിച്ചാ എങ്ങനെയാ? വോട്ട് ആർക്ക് ചെയ്യുന്നു എന്നല്ല ചോദിച്ചത്. ഇവിടെ ഒരു സ്റ്റുഡന്റ് അല്ലേ മത്സരിക്കുന്നത്, അതുകൊണ്ടാ ചോദിച്ചത്. ആര് ജയിക്കും അതെങ്കിലും പറയൂ. ഇവൾക്കറിയാ, ഇവള് പറയും. എടി ഞാൻ എങ്ങനെ അറിയും? ഞാൻ എന്താ ജോത്സ്യം വെക്കണോ? സാരല്ല, വെറുതെ പറഞ്ഞോളൂ. പേര് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാ. ചുമ്മാ പ്ലീസ് മടിക്കാതെ പറയൂ നിങ്ങള്. സാരല്ല, പറഞ്ഞോളൂ, പറയൂ. അവസാനം ആരാ ജയിക്കാറ്? ഹീറോ അല്ലേ എപ്പോഴും ജയിക്കുക. നല്ലവരായ നാട്ടുകാരെ, പ്രിയപ്പെട്ട വോട്ടർമാരെ, ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എന്താണ് പറയാൻ? 85% അവനാ ജയിക്കാന്ന് പറഞ്ഞ് എക്സിറ്റ് പോൾ ഫലം വന്നിട്ടുണ്ട്. എല്ലാ വീക്കിലും വാങ്ങിച്ചിട്ട് തീയിട്ട് കത്തിച്ചു കളഞ്ഞ ഒരെണ്ണം പോലും ഇറങ്ങരുത്. എന്താടാ വിപ്ലവം പറഞ്ഞല്ലേ രാഷ്ട്രീയത്തിൽ വന്നത്? എലക്ഷൻ വന്നപ്പോ വോട്ട് പിടിക്കാൻ വേണ്ടി ചോറ് വിളമ്പി കൊടുക്കാൻ പോവാണോ?
നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്യേണ്ട എല്ലാ ജൂനിയർ വികടനും അവന്മാർ കത്തിച്ചു കളഞ്ഞു. നമ്മുടെ നാട്ടിൽ ഒരു വീക്കിലി പോലും വന്നിട്ടില്ല. അതുകൊണ്ടാ ഇതെല്ലാം മെയിൻ ഓഫീസിൽ ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നത്. ഓരോ വീട്ടിലും ഡോർ ഡെലിവറി ചെയ്യും ഞങ്ങൾ. ഞാൻ ഗണിച്ചതല്ലേ ഈ നടന്നേക്കുന്നേ. നിനക്കാണെങ്കിൽ വോട്ടില്ല, പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നേ? അല്ല മുത്തശ്ശി. കൂട്ടിനാ? മൗലിക അവകാശ, ആ അവകാശക്ക് വേണ്ടത് അതിനാ ചോദിച്ചത്. ശബ്ദം രാവിലെ കയറ്റിയല്ലേ? അടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ 2 അടിക്കുന്നതിന് മുമ്പ് വോട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത് ശ്രീനു. എന്നാ ഞാൻ വരുന്നതിന് മുമ്പ് ഏതോ ഒരുത്തൻ എന്റെ വോട്ട് ചെയ്തിട്ട് എന്റെ വോട്ട്. എന്റെ അച്ഛനെ ഞാൻ മാത്രം മകനായിട്ടുള്ളത്. എപ്പോഴാ വേറൊരുത്തൻ ജനിച്ചത്? ശരി, അത് വിട്, വാ. ഈ മണ്ഡലത്തില് ഒരു വോട്ടിന്റെ പ്രശ്നം ഉണ്ടായ റീ എലക്ഷൻ തന്നെ. നമ്മുടെ രാഘവൻ സാർ പറയായിരുന്നു നമ്മുടെ മണ്ഡലത്തിൽ എപ്പോഴും തലയാ വീഴുന്നെന്ന്. ആദ്യമായിട്ട് പൂ വീണത് നോക്കടാ. ആദ്യ റൗണ്ട് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ RK വരദരാജൻ 8250 വോട്ടുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച വാസു 22,800 വോട്ടുകളും നേടി 14,550 വോട്ടുകൾ വ്യത്യാസത്തിൽ മുൻപന്തിയിലാണുള്ളത്. കുമ്പളയിൽ RT വരദരാജനെ എതിർത്ത് മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി വാസുവിന് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 25,000 വോട്ടുകൾക്ക് മുന്നിലാണുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച വാസു ഇപ്പോൾ 48,000 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. ഇനിയും 36 ബൂത്തുകൾ കൂടി എണ്ണുവാനുണ്ട്. വിജയം വാസുവിനെന്നാണ് അഭിപ്രായം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച വാസു 64,000 വോട്ടുകൾക്ക് മുന്നിലാണ്. അവസാനമായി കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച വാസു 85,000 വോട്ടുകൾ വ്യത്യാസത്തിൽ 85,001. മോനെ കരയാതിരിക്കും. കരയാതറ, സമാധാനം. എന്തിനാ നീ കരയുന്നിങ്ങനെ?
പോട്ടെ ഇപ്പൊ കരയാനും മാത്രം എന്താ ഉണ്ടായത്? പോട്ടെ, സാരമില്ല. നീ ഒന്ന് കരയാതിരിക്കാണ്ട് മോനെ, ഒന്ന് പറഞ്ഞു. സാരില്ല മോനെ, കരയാതെ. മോനെ പോട്ടടാ മോനെ. മോനെ പറയുന്നത് കേൾക്ക്, സാരില്ല. ഏയ് എന്താടാ, എന്തിനാ നീ കരയുന്നത്? നിന്നോടല്ലേ ചോദിക്കുന്നത്? നിന്റെ അച്ഛൻ ചത്തുപോയോ? അതിനാണോ നീ കരയുന്നത്? നിന്റെ പ്രായത്തിലുള്ളൊരു ചെക്കൻ നിന്റെ അച്ഛനെ തോൽപ്പിച്ചു. നീ ഇവിടെ നിന്ന് കരയുന്നു. നാണോ ഇല്ലല്ലോടാ നിനക്ക്? ഞാൻ തോറ്റു, ഞാൻ തോറ്റു, ഞാൻ തോറ്റു. ഇനി എന്താ സംഭവിക്കുന്നെന്ന് അവൻ അറിയണം. ഒരെണ്ണം, ഒറ്റ എണ്ണം പോലും മര്യാദയ്ക്ക് റോട്ടിലിറങ്ങരുത്. സാർ, ഇത് കണ്ടില്ലേ സാർ ഇവന്മാരീ കാണിക്കുന്നത്? കണ്ടിട്ട് മിണ്ടാതിരിക്കുക. കണ്ണി കണ്ടവന്മാരെയൊക്കെ അവന്മാരെ അടിച്ചോണ്ടിരിക്കുക. മിണ്ടാതിരുന്ന എന്താ അർത്ഥം? അവൻ തോറ്റുപോയി, പക്ഷെ അവന്റെ പാർട്ടി ജയിച്ചു. എന്ത് നടന്നാലും കണ്ണടച്ചേക്കാൻ പറഞ്ഞിരിക്കുക. അപ്പൊ എന്ത് നടന്നാലും സാറും വേണ്ടില്ല. ഞാൻ ഒന്നും കാണില്ല. അതൊന്നും ശ്രദ്ധിക്കണ്ട. എന്താ പറഞ്ഞേ? ഇതെല്ലാം നമ്മുടെ പിള്ളേരടാ, നമ്മുടെ അരുണടാ. നിന്റെ വിജയം കാണാതെ ഞങ്ങൾ ആരും മരിക്കില്ലടാ. വേണ്ട, കാണാൻ പറ്റില്ലടാ. ഞാൻ പറയുന്നത് കേക്കടാ. രാഘവൻ സാറ്, രാഘവൻ സാർ, രാഘവൻ സാറ് കണ്ടില്ലേ സാർ? അപ്പൊ ഇതാരാ? ഇവര് വാങ്ങിക്കൊടുത്ത മുതൽ എന്റെ കൈ കൊണ്ടുവന്നിട്ട് ഞാനിത് കുറെ കാലം അഴിക്കാൻ നോക്കിയിട്ട് പറ്റുന്നേ ഇല്ല. ഇനി താനെ അഴിഞ്ഞെങ്കിലായി.
അച്ഛാ! 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 ഹലോ, ഒരു മിനിറ്റ്. CM-ന്റെ ഫോണാ. ഹലോ. എടോ, താൻ എന്തേ കാണിക്കുന്നത്? സത്യപ്രതിജ്ഞയുടെ സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഈ സമയത്താണ് താൻ കലാപം ഉണ്ടാക്കുന്നത്. അത് നാട് മുഴുവൻ വ്യാപിച്ചിരിക്കുക. എന്ത് വിഡിത്തരോടെ താൻ ഈ കാണിച്ചത്? അതെ സാറേ, ഞാൻ തോറ്റുപോയിരിക്കല്ലേ. ആ വിഷമത്തിൽ അവരെന്തൊക്കെയോ ചെയ്തതാ. എന്താനിപ്പോ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? അന്നാരും ഒന്നും പറഞ്ഞില്ല, ഇപ്പോഴാണോ പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടി ചെയ്ത രാഷ്ട്രീയം എനിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് കൊലപാതക. എന്തായാലും സംഭവിച്ചില്ലേ, നീ അത് വിട്ടേക്ക്. പുതിയ കാര്യമൊന്നുമല്ലല്ലോ, നമ്മളെപ്പോഴും ചെയ്യുന്നതല്ലേ. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ഈ സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നീട് എന്ത് വേണം ചെയ്തോ, പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാവരുത്. ഒരു പ്രശ്നം സാറിനും വരില്ല, പാർട്ടിക്കും വരില്ല, അത് ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ ഒരു ബൈ ഇലക്ഷൻ വരും, അതോർമ്മ. എന്തെന്നും പറഞ്ഞ അകത്തിട്ട് അല്ലെങ്കിൽ തന്നെ 7 പേരും എന്ത് മരിച്ചിരിക്കുക. പിള്ളേരെല്ലാം ഭയങ്കര ദേഷ്യത്തില്. വീണ്ടും അവരെ അറസ്റ്റ് ചെയ്യാൻ പോയാ അത് വലിയ എന്തൊക്കെയാണോ താനീ പറയുന്നത്? വലിയ കാര്യം. അവിടെ അല്ലടോ ബോംബ് പൊട്ടിയത്, അങ്ങനെയല്ലേ 2 ചത്തത്. ജയിച്ചെങ്കിൽ ഗുണ്ട് പൊട്ടിച്ചേനെ, തോറ്റുകൊണ്ട് ബോംബ് പൊട്ടിച്ചു. ഉള്ളിലുണ്ടായിരുന്നത് പടക്കമല്ല ബോംബ. അങ്ങനെ പറഞ്ഞാ മതി, എഴുതി കൊടുക്ക്. ഇത്രയും നാള് രാഷ്ട്രീയത്തിലുണ്ടായിട്ട് ഒരു പ്രയോജനമില്ല. ഇന്ന് അവന് കിട്ടുന്ന അടി രാഷ്ട്രീയത്തിലേക്ക് വരാൻ തന്നെ മറ്റുള്ളവർ പേടിക്കണം. അതുപോലത്തെ അടിയായിരിക്കണം. ചെല്ല്. എനിക്ക് ആകെയുള്ളത് ഒരേ ഒരു മകനാ. അവരെ വിശ്വസിച്ചാ ഞങ്ങൾ എല്ലാവരും ജീവിക്കുന്നത്. ഇവരെങ്ങനെ ഞാൻ വളർത്തുന്നവരെ എത്തുപിടിയും കിട്ടുന്നില്ല. ഇതൊക്കെ നേരത്തെ ആലോചിക്കണ്ടല്ലേ. ഇനിയിപ്പോ കരഞ്ഞിട്ട് എന്താ പ്രയോജനം? ആ പേപ്പറിൽ ഒപ്പിട്. ഒപ്പൊന്നും ഇടാൻ എനിക്ക് അറിയില്ല. ഞങ്ങളൊന്നും പഠിപ്പില്ലാത്തവരാ. അതുകൊണ്ട് അവന് ഞങ്ങൾ പഠിക്കാൻ അയച്ചത്. എന്നിട്ട് അവന് ഈ അവസ്ഥ വന്നല്ലോ. കുറ്റം ചാർത്തിയ വാസുവിന്റെ പേരിൽ പൊതുസ്വത്ത് നശിപ്പിക്കൽ, അകാരണമായി കലാപം അഴിച്ചുവിടൽ, അനുവാദമില്ലാതെ വെടിമരുന്നുകൾ സൂക്ഷിച്ചു എന്നുള്ള കുറ്റങ്ങൾ ആധികാരികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിരൂപിച്ചിരിക്കുകയാണ്. ആയതിനാൽ കോടതി വാസുവിനെ കുറ്റവാളി എന്ന് കണ്ടെത്തി 7 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. കൂടാതെ വാസുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദു ചെയ്യുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുവാൻ ഈ കോടതി തീരുമാനിച്ചിരിക്കുന്നു.